കോഴിക്കോട് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറന്നുവെന്ന പരാതി. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂമിൽ ജീവനക്കാർക്കായിരുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. സിനോജ് തോമസ്, ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ ഇതിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം കൂടി വരികയാണല്ലോ. സിനോജ്, എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഞാൻ നിൽക്കുന്നത് JDTയിൽ കോളേജിലാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എനിക്കൊപ്പം സൈഡിലുള്ളത് ഈ സ്ട്രോങ് റൂമിലെ വെബ്കാസ്റ്റിംഗ് വിൻഡോസ് ആണ്. ഇതിനകത്ത് ഇപ്പോഴും കാണാം ഒരു സ്ട്രോങ് റൂമിൻ്റെ അകത്ത് ജീവനക്കാരുണ്ട്. ഇപ്പോഴും ജീവനക്കാരുണ്ട്. അത് പോലീസ് സുരക്ഷയിലാണ് ജീവനക്കാർ അകത്ത് കയറിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം അല്ല, വോട്ടിംഗ് യന്ത്രങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റോ സൂക്ഷിച്ച മുറികളല്ലാതെ തൊട്ടടുത്തുള്ള പോളിംഗ് രേഖകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന റൂമാണ് തുറന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് തുറന്നിരിക്കുന്നത് പറയുന്നത്. എന്നാൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള UDFിൻ്റെ നേതാക്കളുണ്ട്. ഇവർ പറയുന്നത് സൗത്ത് മണ്ഡലമാണോ പേരാമ്പ്രയാണോ? അല്ല, ഇത് ഞങ്ങൾ ആസ് പെർ ദ CCTV ഇത് സൗത്താണ്. പക്ഷേ ആസ് പെർ ദ വേർഷൻ ഓഫ് കലക്ടർ ഇത് പേരാമ്പ്രയാണ്. ഈ അതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാൻഡിഡേറ്റ് ചീഫ് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ സ്ട്രോങ് കാണാം. സൗത്ത് എന്ന ലെവലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഈ വിഷയം വന്നപ്പോൾ അത് വലിയ അല്ലേ. അതായത് ഒരു ലൈൻ മുഴുവൻ നോക്കൂ, ഇത് ഒരു ലൈൻ മുഴുവൻ സൗത്താണ്. സൗത്തിലുള്ള ഫോട്ടോ നമുക്ക് ലഭിച്ചത്. അത് ചോദിച്ചപ്പോൾ പേരാമ്പ്ര എന്ന് പറയുന്നു. അതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ തുറക്കാൻ പറ്റുമോ ഈ മുറി? അല്ല, ഇത് ഇന്നർ പെരിമീറ്ററിനുള്ളിൽ ഒരു മലയാളി പോകാൻ പാടില്ല. അതാണ് നിയമം. പോലീസുണ്ട്, പോലീസ് സുരക്ഷയിലാണ് തുറന്നത്. അതെ അതെ, പോലീസ് സുരക്ഷ പാടില്ലല്ലോ. ഇതിൽ കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സേനയ്ക്കാണ് ഇതിന് അധികാരം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സേന ഇത് അവരുടെ അധികാര പരിധിയിലാണ് കേരള പോലീസ് കയറിയിരിക്കുന്നത്. അല്ലല്ല, ഇതിൽ പിഴവുണ്ട്. കാരണം ഇത് ഇന്നർ പെരിമീറ്ററിലുള്ള സംഭവമാണ്. അവിടെ ഒരു മലയാളി പോകാൻ പാടില്ല. നിങ്ങൾ ചരിട്ട് നോക്കൂ, അത് BSFന്റെ കൺട്രോളാണ്. ഇനി ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം വെക്കാൻ പാടില്ല. മാത്രമല്ല, ഇതുവരെ ലഭിച്ച വിവരം നമുക്ക് എന്താണ്, ഇതിന്റെ മുകളിലുള്ളത് കോഴിക്കോട് സൗത്ത് നിന്നാണ് ആസ് പെർ ദ CCTV. പക്ഷേ CCTVയിൽ കണ്ട ഇപ്പോൾ കളക്ടർ പറയുന്നത് പേരാമ്പ്രയാണെന്ന്. അവിടെ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം തന്നെ സ്ട്രോങ് റൂമിന്റെ പുറത്ത് കാണാൻ റൈറ്റ് ഉണ്ട് കാൻഡിഡേറ്റിന്. അത് ഞങ്ങൾക്ക് അധികാരമാണ്. ഞങ്ങൾക്ക് പോയി നോക്കുന്നുണ്ട്.